മലിനജലത്തിൽ മുങ്ങി മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ്. നിരന്തരമായ പരാതികൾക്ക് ശേഷവും നടപടിയില്ല. അധികൃതർ നോക്കുകുത്തിയാകുന്നെന്ന് നാട്ടുകാരുടെ ആരോപണം. എം മാസ്റ്റേഴ്സ് ഫൗണ്ടേഷൻ കേരളയുടെ സംസ്ഥാന ശിഷ്യശ്രേഷ്ഠ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാര തകർച്ചയ്ക്കെതിരെ ഗൗരവമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് NK പ്രേമചന്ദ്രൻ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സൽമാൻ നൌഷാദ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ബിരുദ വിദ്യാർത്ഥി S ജയലക്ഷ്മി എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കോഴിക്കോട് ചാത്തമംഗലത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മരത്തിലിടിച്ച് 20 യാത്രക്കാർക്ക് പരിക്ക്. പരിക്കേറ്റവരെ മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെ നില ഗുരുതരം. മുക്കത്തുനിന്നും കോഴിക്കോട് പോകുന്ന പഴങ്ങാടി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട കാരണം എതിർദിശയിലെത്തിയ കാർ മറ്റു വാഹനങ്ങളെ മറികടക്കാൻ ശ്രമിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ തണൽ മരം കടപുഴകി വീണ് തയ്യൽ തൊഴിലാളിക്ക് പരിക്ക്. പരിക്കേറ്റത് പതിയാശ്ശേരി രാമചന്ദ്രന്. ശക്തമായ മഴയിൽ കടപുഴകിയ മരം സമീപത്തെ തയ്യൽ കടയുടെയും കള്ള് ഷാപ്പിന്റെയും മുകളിൽ വീണു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി. ശക്തമായ മഴയിൽ തൃശൂർ പെരിങ്ങോട്ടുകരയിൽ വീട് ഭാഗികമായി തകർന്നു. താന്യം സ്വദേശി ജോസിന്റെ വീടിന്റെ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂരിൽ ഇടിമിന്നലേറ്റ് വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. പുല്ലൂറ്റ് സ്വദേശി പ്രേംലാലിന്റെ വീട്ടിലെ ഉപകരണങ്ങളാണ് കത്തിനശിച്ചത്. വീടിന്റെ ടെറസിനും കേടുപാടുകൾ സംഭവിച്ചു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ അപകടത്തിനിടയാക്കും വിധം വാഹനം തെന്നിമാറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടകരമായ രീതിയിൽ റോഡിൽ കാർ തിരിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്നെത്തിയ വാൻ പെട്ടെന്ന് നിർത്തുന്നതിനിടെ തെന്നിമാറുകയായിരുന്നു. ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിലായിരുന്നു സംഭവം. പയ്യോളി SI സഞ്ചരിച്ച പോലീസ് ജീപ്പ് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. അയനിക്കാട് 6 വരിപ്പാതയിലാണ് അപകടം നടന്നത്. വാഹനത്തിൽ ഉണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മലപ്പുറം വളാഞ്ചേരിയിൽ അംഗനവാടി കുട്ടികൾക്ക് യാത്രയയപ്പ് നൽകി. പുതിയ അധ്യയന വർഷത്തിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കാണ് അംഗനവാടി ജീവനക്കാരും അമ്മമാരും യാത്രയയപ്പ് നൽകിയത്. അംഗനവാടിയിലെ പൂന്തോട്ടത്തിലേക്ക് ചെടികൾ നൽകിയാണ് കുട്ടികൾ സന്തോഷം പങ്കുവച്ചത്. ചടങ്ങ് വാർഡ് കൌൺസിലർ സിദ്ദിഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം അഞ്ചലിൽ പഠനോപകരണങ്ങളും തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു. പരിപാടി നാഷണൽ NGO കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. സ്കൂൾ കിറ്റുകളുടെ വിതരണം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല നിർവഹിച്ചു. സന്നദ്ധ സംഘടനകളുടെ ക്രൗഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് SIയുടെ പേഴ്സ് മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. കോഴിക്കോട് ഒളവണ്ണ സ്വദേശി മുഹമ്മദ് ഫൈസലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാമനാട്ടുകര എയർപോർട്ട് റോഡിൽ നിർത്തിയിട്ട SIയുടെ സ്കൂട്ടറിൽ നിന്നാണ് പ്രതി പേഴ്സ് മോഷ്ടിച്ചത്. എറണാകുളം പോത്താനിക്കാട് ഭണ്ഡാര മോഷ്ടാക്കൾ പിടിയിൽ. നേരിമംഗലം പിറക്കുന്നം സ്വദേശി പ്രവീൺ, കുട്ടമംഗലം സ്വദേശി വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. മെയ് 18 ഞാറക്കാട് ചാപ്പലിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു. എറണാകുളം കോതമംഗലത്ത് ബൈക്ക് മോഷ്ടാവ് പിടിയിൽ. ആലപ്പുഴ എരുമല്ലിക്കര സ്വദേശി സുജേഷ് കുമാറാണ് പിടിയിലായത്. കുത്തുകുഴിയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നുമാണ് ഇയാൾ ബൈക്ക് മോഷ്ടിച്ചത്.